അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫബ്തഗൂഹാ ഫിൽ ആശിരിൽ അവാഖിർ. നിങ്ങൾ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങളതിനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ റമളാനിലെ അവസാനത്തെ 10 രാത്രികളിലാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുന്നത്. വബ്തഗൂഹാ ഫിൽ വിത്രി, പ്രത്യേകിച്ചും ഒറ്റയിട്ട രാത്രികളിൽ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുക. അപ്പോൾ ഒറ്റയിട്ട രാത്രികളിലാണ് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. എന്നിരുന്നാലും അവസാനത്തെ 10 ദിവസവും നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം. ഇരട്ട രാവുകളിലും പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാമെന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇൽതമിസൂഹാ ഫിത്താസിഅതി വസ്സാബിഅതി വൽ ഖാമിസ. നിങ്ങൾ താസിഅത്തിനും അഥവാ 9 ബാക്കി നിൽക്കുമ്പോൾ, 7 ബാക്കി നിൽക്കുമ്പോൾ, 5 ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുക, പ്രതീക്ഷിക്കുക. സ്വഹാബത്ത് ചോദിക്കപ്പെട്ടു, എന്താണ് ഈ 9 ബാക്കി നിൽക്കുമ്പോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞത് ഇദാ മലത് വാഹിദത്തുൻ വ ഇശ്റുൻ, 21 ദിവസം കഴിഞ്ഞാൽ ഫല്ലത്തി തലീഹ സിൻതൈനി വൈശ്രീൻ, അതിനുശേഷം വരുന്നത് 22ാമത്തെ രാവാണല്ലോ. വഹിയത്താസിഅ, അതാണ് 9 ബാക്കി നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാം വിചാരിക്കുക റമളാൻ 30 ദിവസമാണ് ഉള്ളതെങ്കിൽ, 30 ദിവസമാണ് റമളാൻ ഉള്ളതെങ്കിൽ 21 കഴിഞ്ഞാൽ പിന്നെയുള്ള രാത്രി 22ാമത്തെ രാത്രിയാണ്. അതാണ് 9 ബാക്കി നിൽക്കുമ്പോൾ. കാരണം 21 കഴിഞ്ഞാൽ 30 ആണെങ്കിൽ പിന്നെ 9 ബാക്കി. അപ്പോൾ 9 ബാക്കി നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതേതാണ് രാത്രി? 22ാമത്തെ രാത്രിയാണ്. 7 ബാക്കി നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതേതാണ് രാത്രി? 24ാമത്തെ രാത്രിയാണ്. 5 ബാക്കി നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഏതാണ് ആ രാത്രി? അത് 26ാമത്തെ രാത്രിയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇരട്ട രാവുകളിലും പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ പ്രതീക്ഷിക്കുക, ഇരട്ട രാവുകളിലും അത് സംഭവിച്ചേക്കാം എന്നുകൂടി നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ നാം അവസാനത്തെ 10 രാത്രികളിലും പ്രതീക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചും അവസാനത്തെ 10 ദിവസവും ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയിട്ട രാവുകളെ മാത്രം സജീവമാക്കി അല്ലാത്ത രാവുകളെ അവഗണിക്കുന്നത് ശരിയല്ല. ഈ 10 രാത്രികളിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.